ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഒരു വഖത്ത് പോലും നമസ്കരിക്കാത്ത ഒരു സഹാബിയുടെ അതിമനോഹരമായൊരു ചരിത്രം തന്നെയാണ്. ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുന്നോടിയായി അയക്കുകയും അവിടെ വെച്ച് അനേകം പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ കബീലയിൽപ്പെട്ട ഒരാൾ ഒഴികെ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. പിന്നീട് ഹിജ്റയ്ക്ക് ശേഷം ഉഹുദ് യുദ്ധത്തിനോട് മുന്നോടിയായി ആ യുദ്ധവേളയിൽ സുബഹിയുടെ സമയമായപ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേളയിൽ ഈ മഹാനവറുകൾ ഷഹാദത്തു ചൊല്ലുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമത്ത് തൗഹീദ് ചൊല്ലി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് അംറു ബിൻ താബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിലേക്ക് അതിമഹത്തമായ സുന്ദരമായ ആ വേളയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞാണ് അദ്ദേഹം ബയ്യത്ത് ഹബീബായ തങ്ങളെടുത്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ളുഹറിന് മുന്നായി അവിടെ ഉഹുദിൻ്റെ പോർക്കളത്തിൽ മഹാനവറുകൾ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുകയാണ്, ഷഹീദാവുകയാണ്, രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. മുത്തുനബി അവിടുന്ന് പറയുകയാണ് അദ്ദേഹം സ്വർഗത്തിൽ പോയ ചരിത്രങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉദ്ധരിക്കുന്ന ഈ ഒരു സംഭവം വളരെ മഹനീയമാണ്. കാരണം അദ്ദേഹം ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ആ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്ലാമിൻ്റെ ത്യാഗത്തിൽ മരണപ്പെടുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ ഉന്നത കരസ്ഥമാക്കി. നമ്മളും അതേപോലെ നന്മകൾ, ഏത് നന്മയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഉന്നത പദവിയിലെത്തുക എന്നറിയാൻ പറ്റുകയില്ല. അതിനെക്കൊണ്ട് നാം നന്മകൾ ചെയ്തുകൊണ്ട് ഓരോ നിമിഷവും നാം ആഖിറത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, കാരണം നാം ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ളതാണ്. മുഹറം മാസത്തിലെ ത്യാഗമേറിയ ദിനങ്ങൾ 9ഉം 10ഉമൊക്കെ നമ്മുടെ പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ തങ്ങളിൽ വരെയുള്ള പല അമ്പിയാക്കളുടെയും ത്യാഗം നിറഞ്ഞ ദിനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിനമാണ്. യസീദിൻ്റെ പട്ടാളക്കാർ അവിടുന്ന് തലയറുത്തുകൊണ്ട് അട്ടഹസിച്ച ദിവസം ആ പൊന്നാര ഹസൻ റളിയല്ലാഹു അൻഹുവിന് മരണസമയത്തിന് മുന്നായി ഒരു തുള്ളി വെള്ളം കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച കിങ്കരന്മാർ. ഈ ദിവസം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണീരിൻ്റെ ദിനമാണ്. അതിനെക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്ത പാവങ്ങളെല്ലാം പൊറുക്കുവാൻ വേണ്ടി അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അള്ളാഹു നമ്മുടെ പാവങ്ങളെല്ലാം പുറത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.